നമസ്കാരം. ഞാൻ ഡോക്ടർ അനൂപ്. കേരള ഗവൺമെൻറ് ഹെൽത്ത് സർവീസിൽ ഓർത്തോപീഡിക് സർജനായി ജോലി ചെയ്യുന്നു. ഇപ്പോൾ ജനറൽ ഹോസ്പിറ്റൽ ഇരിഞ്ഞാലക്കുടയിലാണ്. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഇതിന് തൊട്ടു മുമ്പ് ചെയ്ത വീഡിയോയുടെ ഒരു തുടർ വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം രണ്ട് വീഡിയോയും കഴുത്തിലെ ഒരേ ഭാഗത്തെ സംബന്ധിച്ചാണ്. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ ഒ പിയിൽ 60 വയസ്സുള്ള ഒരു ആൾ വരികയുണ്ടായി. പുള്ളി ഒരു ചുമട്ട് തൊഴിലാളി ആയിരുന്നു. പുള്ളിക്ക് കുറേ നാളായിട്ട്, കുറച്ച് മാസങ്ങളായിട്ട് കുറച്ച് ലക്ഷണങ്ങൾ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ബുദ്ധിമുട്ടുകൾ എന്തെന്നാൽ മെയിനായിട്ടും കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കഴുത്ത് തിരിക്കുമ്പോൾ എന്തൊക്കെയോ ഇരയുന്ന പോലെയുള്ള ഒരു തോന്നലുണ്ട്. അതുപോലെ കഴുത്തിൽ വേദനയുണ്ട്. ഈ കൈയുടെ ഭാഗത്തും കൈയുടെ അറ്റത്തും ഒക്കെ തരിപ്പുണ്ട്. കൈ എന്തെങ്കിലും പിടിക്കുമ്പോൾ ഒരു ബലക്കുറവ് തോന്നുന്നുണ്ട്. സാധനങ്ങൾ കയ്യിൽ നിന്ന് വീണു പോകുന്നുണ്ട്. അതുപോലെ നടക്കുമ്പോൾ ബാലൻസ് കിട്ടുന്നില്ല. ഒരു ഭാഗത്തോട്ട് ഒക്കെ ആടി പോകുന്നുണ്ട്. ചിലപ്പോഴൊക്കെ വീഴാറുമുണ്ട്. അത് ഇങ്ങനെ കൂടുതലായിട്ട് 1 മാസമേ ആയിട്ടുള്ളൂ. എന്നാൽ ഇത് ക്രമേണ തുടങ്ങിയ ഒരു അസുഖമാണ്. അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ തലയുടെ പുറകിലായിട്ട് തലവേദന വരുന്നുണ്ട്. ഇതൊക്കെയാണ് പുള്ളിയുടെ ലക്ഷണങ്ങൾ. പുള്ളിയെ പരിശോധിച്ച് നോക്കിയപ്പോൾ ഈ പറഞ്ഞ പോലെ കയ്യിൽ ബലക്കുറവ്, ഗ്രിപ്പ് സ്ട്രെങ്ത് കുറവാണ്. അതുപോലെ കൈ മടക്കാൻ ബലക്കുറവുണ്ട്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് കാണുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിലോ താഴെ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കുന്നതാണ്. സാധാരണ രീതിയിൽ നമ്മുടെ കൈയുടെ ഈ ഭാഗത്ത് ഒരു ഹാമർ, അതായത് ഈ ടെസ്റ്റ് റിഫ്ലക്സ് നോക്കുന്ന ഹാമർ വെച്ച് മുട്ടുമ്പോൾ ഈ കൈ ഇങ്ങനെ മടങ്ങുന്നതാണ് ബ്രേക്കിയോറേഡിയലിസ് റിഫ്ലക്സ്. അവന് പകരം ഇങ്ങനെ തിരിയുകയാണെങ്കിൽ അവനെ ഇൻവേർഷൻ എന്ന് പറയും. അദ്ദേഹത്തിന് ഇൻവേർഷൻ ഉള്ളതായി കണ്ടു. അതുപോലെ ഹോഫ്മാൻ സൈൻ, അതായത് നമ്മൾ ഈ നടുവിരൽ ഇങ്ങനെ ആക്കുമ്പോൾ ഈ തള്ളവിരലും ചൂണ്ടുവിരലും കൂടി മടങ്ങും. ഇങ്ങനെ ഹോഫ്മാൻസ് സൈൻ എന്ന് പറയും. ഇതും അദ്ദേഹത്തിന് പോസിറ്റീവായിരുന്നു. അതുപോലെ കാലിൽ നോക്കുന്ന വാവിൻസ്കീസ് ടെസ്റ്റ്, അല്ലെങ്കിൽ വാവിൻസ്കി സൈൻ എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്, അതും പോസിറ്റീവായിരുന്നു. ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഒന്നുകിൽ തലച്ചോറിൽ അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ലെവലിൽ, അതായത് സുഷുമ്നാഡിയുടെ ലെവലിൽ ആണ് അസുഖം ഉള്ളതെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന് ഒരു എക്സ്റേ നിർദ്ദേശിച്ചു. എക്സ്റേയിൽ, കഴുത്തിൻ്റെ എക്സ്റേയിൽ വളരെയധികം വ്യത്യാസങ്ങൾ കണ്ടു. പല ഡിസ്കിൻ്റെ സ്പേസുകളും കുറഞ്ഞതായി കണ്ടു. കഴുത്തിൻ്റെ അലൈൻമെൻറ്റ് കുറച്ച് വ്യത്യാസപ്പെട്ടതായി കണ്ടു. അപ്പോൾ ഇതിനെ നമ്മൾ സർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്നാണ് പറയുന്നത്. കഴുത്ത് തേയ്മാനം എന്നൊക്കെ നമ്മൾ സാധാരണ ഭാഷയിൽ പറയും. അപ്പോൾ ഈ സർവൈക്കൽ സ്പോണ്ടൈലോസിസിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കാണുന്നതാണ്. ഡിസ്ക് ഓസ്റ്റിയോഫൈറ്റ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു എല്ല് വളർച്ചയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ഡിസ്കിൻ്റെ സ്പേസ് തന്നെ കുറഞ്ഞ് പോകുന്ന സാഹചര്യം, അതുപോലെ കഴുത്തിൻ്റെ അലൈൻമെൻറ്റ് മാറുക. അപ്പം ഇതെല്ലാം കൂടി ചേർന്നിട്ട് ഈ സ്പൈനൽ കോഡിൽ എന്തെങ്കിലും ക്ഷതമോ കേടുപാടോ ഉണ്ടാക്കിയത് കൊണ്ടാകാം ഈ ലക്ഷണങ്ങളൊക്കെ ഇദ്ദേഹം കാണിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഒരു MRI വേണം. അങ്ങനെ നമ്മൾ അദ്ദേഹത്തേക്ക് ഒരു MRI നിർദ്ദേശിച്ചു. MRIയിൽ ഇതുപോലെ തന്നെ വളരെ അധികം വ്യത്യാസങ്ങൾ കണ്ടു. പല ജോയിൻറ്റുകളിലും പ്രശ്നമുള്ളതായി കണ്ടു. ഡിസ്കുകൾ ബൾജായിട്ടുള്ളതായിട്ട് കണ്ടു. ഡിസ്ക് ഓസ്റ്റിയോഫൈറ്റ് കോംപ്ലക്സ് ഉണ്ട്. അതുപോലെ ഈ ഡിസ്കുകൾ പുറകിൽ വന്ന് ഈ സ്പൈനൽ കോഡിനെ കംപ്രസ് ചെയ്യുന്നുണ്ട്. കംപ്രസ് ചെയ്തുകൊണ്ട് തന്നെ സ്പൈനൽ കോഡിൽ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് MRIയിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലക്ഷണങ്ങളും ഈ സയൻസും ടെസ്റ്റും ഒക്കെ പോസിറ്റീവായത്.
അപ്പോൾ ഈ വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പലരും വേറെ അസുഖം, അതായത് സ്ട്രോക്കും ആയിട്ട് ബന്ധപ്പെടുത്താറുണ്ട്. അപ്പം ഈ അസുഖത്തെ നമ്മൾ സർവൈക്കൽ മൈലോപ്പതി എന്നാണ് പറയുന്നത്. അപ്പം ഈ സ്പൈനൽ കോഡിൻ്റെ ഏത് ഭാഗത്താണ് ഈ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ ഈ കംപ്രഷൻ ഉള്ളതെന്നനുസരിച്ചാണ് ഈ രോഗിയുടെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇതിനെ അനുകരിക്കുന്ന വേറെ അസുഖങ്ങളുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോക്ക് ആവാം. സ്ട്രോക്ക് പക്ഷേ പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് ആണ് ഈ ലക്ഷണങ്ങളെല്ലാം ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതുപോലെ ഇപ്പം ഡിസ്കിന് മാത്രം ബൾജ് ചെയ്ത് ഏതെങ്കിലും നാഡിയിൽ തട്ടിയതിന് റാഡിക്കുലോപ്പതി എന്ന് പറയും. അതിലും ഈ ലക്ഷണങ്ങൾ കാണിക്കാം. പക്ഷെ അത് ഒരു ഭാഗത്തേക്ക്, ഒരു കയ്യിൽ മാത്രമേ ഈ ലക്ഷണങ്ങൾ കാണത്തുള്ളൂ. രണ്ട് സൈഡിലും കാലിലോട്ടുമൊന്നും കാണത്തില്ല. പിന്നെ ഉള്ളത് അമയോട്രോപിക് ലാറ്ററൽ സ്ക്ലിയറോസിസ്, മൾട്ടിപ്പിൾ സ്ക്ലിയറോസിസ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ചികിത്സ എന്താണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മരുന്നുകൾ കൊടുത്ത് നോക്കാവുന്നതാണ്. കുറച്ചൊക്കെ മരുന്നിൽ വ്യത്യാസം വരാറുണ്ട്. എന്നാലും ഇത് അഡ്വാൻസ്ഡ് ആയ സ്റ്റേജ് ആണെങ്കിൽ ഇതിന് സർജറിയാണ് സാധാരണ ചെയ്യുന്നത്. നമ്മൾ ഓർത്തോപീഡിക് സർജന്മാർ സാധാരണ ഈ സർജറി ചെയ്യാറില്ല. ഇത് സ്പൈൻ സർജൻസ്, അതായത് നമ്മൾ ഓർത്തോപീഡിക്സ് കഴിഞ്ഞിട്ട് പിന്നും 2 വർഷം സ്പെഷ്യലൈസ് ചെയ്യുന്ന സ്പൈൻ സർജൻസ് അല്ലെങ്കിൽ ന്യൂറോ സർജൻസാണ് ഈ സർജറികൾ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ പേരുകൾ ഞാൻ പറയും. അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിൻ്റെ വിശദാംശങ്ങളൊന്നും നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ള സമയമില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ACDF, എൻറ്റീരിയർ സർവൈക്കൽ ഡീകംപ്രഷൻ ആൻഡ് ഫ്യൂഷൻ, അതായത് ഈ കംപ്രഷൻ ആയിരിക്കുന്ന ഭാഗം നമ്മുടെ കംപ്രഷൻ ഒഴിവാക്കി ആ കശേരുക്കൾ ഫ്യൂസ് ചെയ്ത് കൊടുക്കുന്ന സർജറിയാണ്. ഈ എല്ലാ സർജറിയുടെയും പ്രധാന ഉദ്ദേശ്യം ഈ കംപ്രഷൻ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പം എല്ലാം ഡീകംപ്രഷൻ സർജറീസ് എന്ന് പറയും. അതുപോലെ ലാമിനോപ്ലാസ്റ്റി, ലാമിനോട്ടമി, സർവൈക്കൽ ഡിസ്ക് ആർത്രോപ്ലാസ്റ്റി എന്നൊക്കെ പറയുന്ന സർജറികളുണ്ട്. ഇതിൻ്റെ എല്ലാം ഞാൻ പറഞ്ഞ പോലെ ലക്ഷ്യം ഈ കംപ്രഷൻ മാറ്റി ഈ കശേരുക്കൾ ഫ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഭാഗത്ത് പകരം ഡിസ്കിൻ്റെ ജോലി ചെയ്യുന്ന ഇംപ്ലാന്റുകൾ വയ്ക്കുകയോ ആണ്. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ സ്പൈൻ സർജൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.